Hi everyone. So again, I welcomes you all to the GST Mastering. അപ്പോൾ നമ്മളിനി നമ്മളുടെ ഈ ഒരു എന്താ പറയുക ഇനി അങ്ങോട്ടുള്ള കുറച്ച് കാലങ്ങൾ നമ്മൾ ജി എസ് ടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ചാപ്റ്ററാണ്, അബ്സല്യൂട്ട്ലി നോട്ട് റെലവൻറ്റ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി മാത്രം വെറുതെ കണ്ട്, ഇപ്പോൾ നിങ്ങൾ 2x ഇട്ട് കണ്ടാലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണ് വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏതായാലും നമ്മളിനി അങ്ങോട്ട് നമ്മളുടെ അടുത്ത കുറച്ച് ദിവസങ്ങൾ ഫുൾ ജി എസ് ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അല്ല, ജി എസ് ടിയിലെ കംപ്ലീറ്റ് തിയറി നമ്മൾ പിന്നെ കവർ ചെയ്യും. ഞാനത് പറഞ്ഞ സമയത്താണ്, തിയറി എന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ എൻ്റെ ഒരു പുതിയ സംരംഭത്തിനെ കുറിച്ചും കൂടെ ഞാനതിൽ പറയാണ്. ഇപ്പം എനിക്ക് ഒരുപാട് മുമ്പുണ്ടായിരുന്ന തോട്ട് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജി എസ് ടി ഇൻകം ടാക്സും പഠിപ്പിക്കുന്നുണ്ട്, പിന്നെന്താ പറയുക, രണ്ടിൻ്റെയും ക്ലാസ് എടുക്കുന്നുണ്ട്, രണ്ടിൻ്റെയും റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് സ്റ്റുഡൻസ് പറഞ്ഞ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് തിയറി എല്ലാം ഓക്കെ, പക്ഷെ അതൊരു ചെയ്ത് പഠിക്കാനുള്ളൊരു മെക്കാനിസം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആർട്ടിക്കിൾസ് സമയത്ത് ചെയ്യും, ട്രെയിനിങ് സമയത്ത് ചെയ്യും, പക്ഷെ എന്നാലും ട്രെയിനിങ്ങിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ടും നമുക്കിത് മനസ്സിലായിട്ടില്ല, ചെയ്യുന്നത് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. കാരണം ചില ഓഫീസുകൾക്ക് അങ്ങനെ ഉണ്ടാവും. നമുക്ക് ബേസിക്കലി എന്താ പറയുക, ചിലപ്പോൾ വേറെ പല മേഖലയിലായിരിക്കും നമുക്ക് വർക്ക് കിട്ടുന്നുണ്ടാവുക. ജി എസ് ടി ഫയലിംഗ്, ഇൻകം ടാക്സ് ഫയലിംഗ്, അക്കൗണ്ട്സ്, ടാലി, ഇല്ലേ, ഇതൊന്നും നമുക്ക് കൂടുതൽ അറിയുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ ഞാൻ ബേസിക്കലി ഇപ്പോൾ പുതിയതായിട്ട് പിന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക്സ് എല്ലാം ഏകദേശം സെറ്റായി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം, നമ്മളിവിടെ പഠിക്കുന്ന കോൺസെപ്റ്റ് എല്ലാം ചെയ്ത് പഠിക്കാം. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇതേ നമ്പറിൽ, നമ്മളുടെ ഈ സെയിം ക്ലാസ് ഓർഡർ ചെയ്ത അതേ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. വളരെ കുറഞ്ഞ ഫീ ആണ് ഉണ്ടാവുക, പക്ഷേ നിങ്ങൾക്കൊരു മാസ്റ്ററിങ്, നിങ്ങൾക്ക് ജി എസ് ടി ഫയലിങ്ങിലും ഇൻകം ടാക്സ് ഫയലിങ്ങിലും മറ്റുള്ള ടി ഡി എസിൻ്റെ കേസ് ആണെങ്കിലും എക്സൽ, വേർഡിൻ്റെ യൂസേജ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒരു വാല്യൂ അഡീഷൻ പോലെ എല്ലാം നമുക്ക് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് പിന്നെ ഇതേ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന കേട്ടോ. ഞാൻ ജസ്റ്റ് അഡ്വർടൈസ്മെൻ്റായിട്ട് പറഞ്ഞാണെങ്കിൽ കൂടെ അതല്ല, നിങ്ങൾക്ക് കൂടെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഫൈൻ, ഓക്കെ, ഇനി ലിസൺ. അപ്പോൾ കീപ് ദാറ്റ് അപ്പാർട്ട്. ഇപ്പോൾ നമ്മൾ ജി എസ് ടിൻ്റെ ഇതിൽ എന്താണ് ജി എസ് ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, അപ്പോൾ ജി എസ് ടി ഒരു ജി എസ് ടിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, അത് ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഏതായാലും എന്താണ് ജി എസ് ടി, നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലിസൺ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ ഒരു ഹോട്ടലിൽ പോകുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഹോട്ടലിൽ പോകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഹോട്ടൽ ഈസ് എ സപ്ലയർ, നിങ്ങളാണ് റെസിപ്പിയൻ. ഇതെങ്ങനെയാണ് സപ്ലയറും റെസിപ്പിയനും തീരുമാനിക്കുക, അതിലൊക്കെ ഞാൻ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഹോട്ടലിൽ പോകുന്ന ചിന്തിച്ചാൽ മതി. അപ്പോൾ ഹോട്ടലിൽ പോകുന്ന ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു ബിരിയാണി കഴിച്ചു വിചാരിക്കുക, ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചു വിചാരിക്കുക. അപ്പോൾ പിന്നെ ബിരിയാണി കഴിച്ചു, ബിരിയാണിക്ക് എത്ര എമൗണ്ട് ആയി വിചാരിക്കുക, 200 രൂപയാണ് ബിരിയാണിക്ക് ആയത് വിചാരിക്കുക. ഓക്കെ, 200 രൂപയാണ് ആയി വിചാരിക്കുക. സോ ലിസൺ, അതിന് ജി എസ് ടി എമൗണ്ട് 10 രൂപയായി വിചാരിക്കാം. ഓക്കെ, കാരണം 5% ആണ് നോർമലി ഫുഡിൻ്റെ മേലെ ജി എസ് ടി ഉണ്ടാവുക. അപ്പോൾ നോക്ക്, നിങ്ങളുടെ കയ്യിൽ നിന്ന് 210 രൂപ നിങ്ങൾ ഹോട്ടലിലേക്ക് ഏൽപ്പിക്കും. ബട്ട് ഡു യു തിങ്ക് ദാറ്റ് 210 rupees ക്യാൻ ബി റിട്ടേൺ ബൈ ദ ഹോട്ടൽ? ഒരിക്കലുമല്ല, ഹോട്ടലിൽ 210 റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ദേ ക്യാൻ ജസ്റ്റ് റിട്ടേൺ ഓൺലി 200. ഈ 10 രൂപ അവരെന്ത് ചെയ്യും, ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കും, അല്ലേ, ഗവൺമെൻറ്റിലേക്ക് ഏൽപ്പിക്കും. നോ ലിസൺ, ഏത് ഗവൺമെൻറ്റിലേക്കാണ് ഏൽപ്പിക്കാം? ഇസ് ഇറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്? നമ്മളിപ്പോൾ ഇൻകം ടാക്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് ഫുള്ളായിട്ട് കിട്ടുക സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ജി എസ് ടി ഫുൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണോ? അല്ല, ഇത് ജി എസ് ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡ്യുവൽ ടാക്സ് ആണ്. എന്ന് വെച്ചാൽ രണ്ടിനും കൂടെ അത് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഈ 10 രൂപയിൽ 5 രൂപ എങ്ങോട്ടാണ് പോവുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റും 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോവുക. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്. ഓക്കെ, 5 rupees ടു സെൻട്രൽ, 5 rupees ടു സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലേ. അതിനെ വിളിക്കുന്ന പറയുന്നത് എസ് ജി എസ് ടി, സി ജി എസ് ടി, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, ഡോണ്ട് വറി. അപ്പോൾ എസ് ജി എസ് ടി, സി ജി എസ് ടി എന്നുള്ളൊരു സംഭവം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം നിങ്ങൾ നിർബന്ധമായിട്ടും ഐശ്വര്യമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് വരച്ചു വെക്കുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വരച്ചു വെക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ റെസിപ്പിയൻറ്റും സപ്ലയറേയും എങ്ങനെ തീരുമാനിച്ചു, എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ഈ ചങ്ങായിയാണ് റെസിപ്പിയൻറ്റ്, ഈ ചങ്ങായിയാണ് സപ്ലയർ? എങ്ങനെ മനസ്സിലായി? വളരെ സിമ്പിളാണ്. ബിരിയാണി കൊടുക്കുന്ന ആൾ സപ്ലയർ, ബിരിയാണി വാങ്ങുന്ന റെസിപ്പിയൻ. ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ജി എസ് ടി കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ഡൗട്ട് മാറി കിട്ടൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എങ്ങനെ ചിന്തിക്കും?
വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങൾ ബിരിയാണി കിട്ടിയപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തില്ലേ, പൈസ അങ്ങോട്ട് കൊടുത്തു, അയാൾ പൈസ വാങ്ങി. അപ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, പൈസ വാങ്ങുന്ന ആൾ സപ്ലയറും പൈസ കൊടുക്കുന്ന ആൾ റെസിപ്പിയൻറ്റ്. ദിസ് ഇസ് എ സിമ്പിൾ മെക്കാനിസം. വേറെ ഒരു രീതിയിലും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. പൈസ കൊടുക്കുന്ന ആൾ റെസിപ്പിയൻറ്റ്, പൈസ വാങ്ങുന്ന ആൾ സപ്ലയർ. വേറെ ഒരു രീതിയിലും ചിന്തിക്കാൻ പാടില്ല. വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ ഡൗട്ട് മാറാനും പോകുന്നില്ല. ഓക്കെ, സോ പൈസ കൊടുക്കുന്ന ആൾ റെസിപ്പിയൻറ്റ്, പൈസ വാങ്ങുന്ന ആൾ സപ്ലയർ. ഈസി അല്ലേ? യെസ്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കാം. ഇനി പ്രീ GST സിനാരിയോ, നമുക്ക് GST വരുന്നതിന് മുമ്പ് ഉള്ള സംഭവങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്ക് GST വരുന്നതിന് മുമ്പ് പല ടാക്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നു? VAT, CST, അതുപോലെ സർവീസിനാണെങ്കിൽ സർവീസ് ടാക്സ്, മാനുഫാക്ചറിങ് ആണ് എക്സൈസ് ഡ്യൂട്ടി. പിന്നെ നമുക്ക് ഇമ്പോർട്ടേഷൻ്റെ സമയത്താണെങ്കിൽ നമുക്ക് ബേസിക് കസ്റ്റം ഡ്യൂട്ടി, അതുപോലെ കൗണ്ടർ വെല്ലിംഗ് ഡ്യൂട്ടി, അതുപോലെ തന്നെ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, ഇങ്ങനെ പല ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഫുൾ ഫോം നിങ്ങൾ നോക്കേണ്ട, കാരണം ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫുൾ ഫോം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അധികം ഇല്ലാതായി പോയ ടാക്സുകളാണ്. ഇതെല്ലാം കൂടെ സബ്സ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ GST വന്നത്. ഇതെല്ലാം കൂടെ ഒഴിവായിട്ടാണ് നമ്മുടെ GST വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നൗ പിന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി സബ്സ്യൂം ചെയ്തിട്ടില്ല, അതിപ്പോഴും നിലവിലുണ്ട്. നമുക്കിത് വേറൊരു KGFൻ്റെ ഇതിൽ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെയാണ് അല്ലേ. നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഈ ഇന്ത്യൻ്റെ ടാക്സ് GST വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ടാക്സ് ഭരിച്ചുകൊണ്ടിരുന്നത് 2 ടീംസ് ആയിരുന്നു. ഒന്ന് ഇതാരാണ്? ഇളവ് എന്തായിരുന്നു? ഗരുഡല്ല, എന്തായിരുന്നു ഇളവര്? അയ്യോ മറന്നല്ലോ, അധീര അല്ലേ, അധീര. അപ്പോൾ അധീരൻ്റെ ടീമായിരുന്നു എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, CST, CVD, SID എന്ന് വെച്ചാൽ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പിടിച്ചുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു. അതാണ് സെൻട്രൽ ടാക്സസ്. അധീരൻ്റെ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് പിടിച്ചുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു. പിന്നെ മറ്റൊരു വില്ലൻ ആരായിരുന്നു? ഗരുഡായിരുന്നു. ഗരുഡ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് VAT, ലക്ഷറി ടാക്സ്, അഡ്വർടൈസ്മെൻറ്റ് ടാക്സ്, എൻട്രി ടാക്സ്, ടാക്സ് ഓൺ ലോട്ടറി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക സ്റ്റേറ്റ് ഗവൺമെൻറ് പിടിച്ചുകൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു ഇത്രയും ടാക്സുകൾ. ഇതിനൊക്കെ അധികാരം കിട്ടിയിരുന്നത് ആർട്ടിക്കിൾ 246 എന്നുള്ളൊരു ആർട്ടിക്കിൾ പ്രകാരമാണ് ഇതിനെല്ലാം അവർക്ക് അധികാരം കിട്ടിയിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒഴിവായി, ഇതെല്ലാം പോയിട്ടാണ് നമ്മളുടെ GST വന്നത്. അതാണ് ആർട്ടിക്കിൾ 246A. അതുവഴിയാണ് നമ്മൾ ആര് വന്നത്? നമ്മളുടെ മെയിൻ ഹീറോ അല്ലേ, നമ്മുടെ GST വന്നത്. അപ്പോൾ GST വരാൻ കാരണമായ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 246A. ഇതാണ് ആർട്ടിക്കിൾ 246A ആണ് GST വരാൻ കാരണമായ ആർട്ടിക്കിൾ. അത് ഓർത്തിരിക്കട്ടെ. ബാക്കി ഗരുഡയും അതിലൊന്നും ഓർത്തിരിക്കേണ്ട, അതൊക്കെ ഒഴിവാക്കുക. ആർട്ടിക്കിൾ 246 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ, അത് മാറിയിട്ട് ആർട്ടിക്കിൾ 246A ആയി. അതിലൂടെയാണ് GST വന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കാം. നൗ ഇനി ഗ്ലിംസ് ഇൻ ടു ദ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റിംഗ് ടു ടാക്സേഷൻ. അതായത് നമുക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്കിൽ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് വേറെസ് നമ്മളുടെ എന്താ പറയുക ഇവിടെ നമുക്ക് ചെറുതായിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 265 ഉണ്ട്, ആർട്ടിക്കിൾ 245 ഉണ്ട്, ആർട്ടിക്കിൾ 246. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് മെയിനായിട്ട് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 265 പറയാണ് ഒരു ടാക്സും ഗവൺമെൻറ് കളക്ട് ചെയ്യാൻ പാടില്ല എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. ഒരു ലോൻ്റെ അതോറിറ്റി ഇല്ലാതെ ഒരു ടാക്സും പിടിക്കാൻ പാടില്ല. ടാക്സ് പിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഒരു അതോറിറ്റി വേണം. അതോറിറ്റി വേണം. ഈ അതോറിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ ഒരു ദിവസം പത്രപരസ്യം വരികയാണ്. രാവിലെ തന്നെ നമ്മൾ പത്രം ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇന്ന് മുതൽ പുതിയൊരു ടാക്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരിക്കലും പരസ്യത്തിലൂടെ ഒന്നും ടാക്സ് കൊണ്ടുവരാൻ പറ്റൂല അല്ലേ. അതിന് എന്ത് വേണം? അതോറിറ്റി വേണം. ഈ അതോറിറ്റി എങ്ങനെ കിട്ടുക? ത്രൂ ആൻ ആക്ട് പാസ്ഡ്. ഒരു ആക്ട് പാസ്സാക്കണം. അപ്പോൾ GST പിടിക്കുന്നതിന് മുമ്പ് GST ആക്ട് പാസ്സാക്കി. അതുകൊണ്ടാണ് നമുക്ക് GST ആക്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ട് പാസ്സാക്കിയാൽ മാത്രമേ അവർക്ക് ടാക്സ് പിടിക്കാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 245 പറയുകയാണ് ആർക്കാണ് ആക്ട് പാസ്സാക്കാനുള്ള അധികാരം? ഇറ്റ് കൺഫറിങ് ദ പവർ ടു പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. 2 പേർക്കാണ് അധികാരം. ഒന്ന് പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേഷനും. പാർലമെൻറ്റ് എങ്ങനത്തെ ലോ ഉണ്ടാക്കാം? അപ്ലിക്കബിൾ ഫോർ ഹോൾ ഇന്ത്യ. സ്റ്റേറ്റ് ലെജിസ്ലേഷനോ അപ്ലിക്കബിൾ ഫോർ ദ ഹോൾ സ്റ്റേറ്റ്. ഇപ്പോൾ കേരള ഗവൺമെൻറ് കേരളത്തിലേക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ പണ്ടുണ്ടായിരുന്നായിരുന്നു ആർട്ടിക്കിൾ 246. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 7th ഷെഡ്യൂൾ ടു ആർട്ടിക്കിൾ 246 പറയാണ്
പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, 3 ലിസ്റ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഏതാണ്? 7th ഷെഡ്യൂൾ ടു ആർട്ടിക്കിൾ 246 പറയാണ് 3 ഷെഡ്യൂൾസ്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, 3 ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രം അധികാരം ഉള്ള ഏരിയയാണ് യൂണിയൻ ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം അധികാരമുള്ള ഏരിയയാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ 2 പേർക്കും ഒരുപോലെ അധികാരം, പക്ഷെ അവിടെയും സെൻട്രൽ ഗവൺമെൻറ് ആണ് കൂടുതൽ അധികാരം ഉണ്ടാവും കേട്ടോ, വേറെ കാര്യം. അതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. 2 പേർക്കും പിന്നെ നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ലിസ്റ്റാണ്. വെറുതെ ഒന്ന് ഓർത്താൽ മതി, അല്ലാതെ അതെന്താണെന്ന് കൂടുതൽ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ഇനി ഈ കാര്യം ഓർത്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം GST വരാൻ കാരണമായ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 246A. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 246 പോയിട്ടാണ് 240A വന്നത്. അത് വരാൻ കാരണമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്, ഭേദഗതി ആക്ട് ഉണ്ട്. അതേതാണ്? 101ാമത്. അത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. 101st അമെൻമെൻറ്റ് ആക്ടിലൂടെയാണ് നമ്മുടെ GST വരുന്നത്. അപ്പോൾ GST വരാൻ കാരണമായ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 240A ആണ്. GST വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാ? 101ാമത് ഭേദഗതി, 101st അമെൻമെൻറ്റ് ആക്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആർട്ടിക്കിൾ 246A, ഇതാണ് നമ്മുടെ GST വരാൻ കാരണമായ ആർട്ടിക്കിൾ 246A. ആർട്ടിക്കിൾ 240Aക്ക് 2 സബ് ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 246A1 ഉണ്ട്, 240A2 ഉണ്ട്. 240A1 പറയാണ് ഇൻ്റർ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമം ഉണ്ടാക്കാം. എന്താണ് സാർ ഇൻട്രാ സ്റ്റേറ്റ്? ഐ ഡിസ്കസ്, ഡോണ്ട് വറി, അത് ഞാൻ പറയാം. എന്താണെന്ന് പറയാം. 240A2 പറയാണ് ഇൻ്റർ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് നിയമം ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആർട്ടിക്കിൾ 246A ആണ് GST കൊണ്ടുവന്നത്. അതിൽ തന്നെ 2 സബ് ആർട്ടിക്കിൾ ഉണ്ട്, 240A1ഉം 2ഉം. 240A1 പറയാണ് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് 2 പേർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇൻ്റർ സ്റ്റേറ്റ്, എന്താ ഇൻട്രാ സ്റ്റേറ്റ്? വി വിൽ ഡിസ്കസ്, ഡോണ്ട് വറി. ഓക്കെ, ഫൈൻ. ഇനി ഫീച്ചേഴ്സ് ഓഫ് GST. ഞാൻ വെറുതെ പറഞ്ഞു പോവാം. ഫീച്ചേഴ്സ് ഓഫ് GST എന്താ? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ, ഡെഫിനറ്റ്ലി. ഇല്ലേ, നമുക്ക് ഇൻകം ടാക്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് GST വളരെ വലിയ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഗവൺമെൻറ് സംബന്ധിച്ച്. കാരണം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, 140 കോടി ജനങ്ങളിൽ ആകെ 6 കോടി ജനങ്ങൾ മാത്രമേ ഇൻകം ടാക്സ് പേ ചെയ്യുന്നുള്ളൂ. അതാണ് പ്രശ്നം. പക്ഷേ GST 140 കോടി ജനങ്ങൾ GST പേ ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ. ടാക്സ് ഓൺ കമ്മോഡിറ്റി ആൻഡ് സർവീസ്, നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മേലെയാണ് ടാക്സ് എന്താണ് നമ്മളുടെ പിന്നെ GST വരിക. പിന്നെ ഷിഫ്റ്റിംഗ് ഓഫ് ബേർഡൻ. ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന എക്സാമ്പിൾ ഓർമ്മ ഉണ്ടല്ലോ, അവിടെ ഹോട്ടലാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നത്, പക്ഷേ ഹോട്ടൽ ആ ബേർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആർക്ക്? നമ്മളുടെ എന്താ പറയുക, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ബേസിക്കലി അത് കൊടുക്കുന്നത് അല്ലേ? അതാണ് ഷിഫ്റ്റിംഗ് ഓഫ് ബേർഡൻ. നോ പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പെൻഷൻ. അന്ന സാധനം നോ പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പെൻഷൻ. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കാർ വാങ്ങി എത്ര രൂപ കാറിനായത്? 25 ലക്ഷം. ഇങ്ങനെയാണ് നമ്മൾ പറയാം അല്ലേ? ഒരു 25 ലാഖിൻ്റെ കാർ വാങ്ങി എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ കാറിൻ്റെ പ്രൈസ് 15 ലാഖ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. കാറിൻ്റെ ചിലപ്പോൾ അതേ ഉണ്ടാവുള്ളൂ. അതിന് GST ഏകദേശം 28% GST വരും. അപ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് 28% GST അറിയുമ്പോൾ 1.5, 3, പിന്നെ എത്രയാണ്, ഏകദേശം ഒരു 4,80,000 GST. ഇനി അതിൽ GST കോമ്പൻസേഷൻസിന് ഇറ്റ് വേരീസ് ഫ്രം 10 to 18%. ഓക്കെ, നമുക്ക് 10% എടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 1.5 lakhs അല്ലേ? അപ്പോൾ തന്നെ എത്രയും മാറി? നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു 21-22 ലക്ഷമായി. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് വേറെ കുറേ ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ നോക്ക് നിങ്ങൾ, നമ്മൾ പറയുമ്പോൾ കാറിൻ്റെ പ്രൈസ് 22 ലക്ഷം എന്ന് പറയാം, പക്ഷേ ശരിക്കും കാറിൻ്റെ പ്രൈസ് 15 ലാഖാണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നോ പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പെൻഷൻ. എന്താ? നമ്മൾ അറിയുന്നില്ല ഈ എത്രയും എമൗണ്ട് 6 ലക്ഷത്തോളം നമ്മൾ GST ഇനത്തിലാണ് കൊടുത്തത് എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ കാറ് വാങ്ങി അല്ലേ, നമ്മൾ ഹാപ്പി, കാറ് വാങ്ങി എന്ന് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അതാണ് നോ പെർസെപ്ഷൻ ഓഫ് ഡയറക്റ്റ് പെൻഷൻ. പിഞ്ചെണ്ണം നുള്ളാണ്, അതായത് നിങ്ങൾ അറിയാതെ നുള്ളാണ് അല്ലേ? അതാണ് അർത്ഥം, അറിയാതെ നുള്ളാണ് GST അല്ലേ? ഇനി ഇൻഫ്ലാഷണറി നമുക്കറിയാം, ഡെഫിനറ്റ്ലി വിലക്കയറ്റം കാരണം. അപ്പോൾ 100 രൂപേൻ്റെ മേലെ 100 രൂപേൻ്റെ ഒരു ഗുഡ്സിൻ്റെ മേലെ GST കൊണ്ടാണ് 112 കൊടുക്കണം അല്ലേ? പിന്നെ വൈഡർ ടാക്സ് ബേസ്, അതായത് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന അധിക സാധനങ്ങളും GST ഉണ്ട്. എന്തിനും അല്ലേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ GST, ഈവൻ മെഡിസിൻസിന് വരെ GST ഉണ്ട്. അപ്പോൾ വൈഡർ ടാക്സ് ബേസ് ആണ്. പിന്നെ പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ. ഓക്കെ, പിന്നെ റിഗ്രസീവ്. അതെന്താ റിഗ്രസീവ്? എന്താ?
സി ഇൻകം ടാക്സ് പ്രോഗ്രസീവ് ആണ്, ജി എസ് ടി റിഗ്രസീവ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് എവരി വൺ? അതായത് ഇപ്പോൾ ലിസൺ, ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, അംബാനിയും ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കൊടുക്കുന്ന ഇൻകം ടാക്സ് അംബാനി കൊടുക്കുന്ന ഇൻകം ടാക്സ് ഒന്നാണോ? അല്ല, അംബാനി കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ബേസിക്കലി അപ്പോൾ അതിലിപ്പോൾ നമുക്ക് അംബാനി വേണ്ട, ഇപ്പോൾ നമുക്ക് നോർമൽ ഇപ്പോൾ അടുത്ത സെലിബ്രിറ്റീസിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നത് ഷാറൂഖ് ഖാനാണ് അല്ലേ? 98 കോടി ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് 98 കോടിയാണ് ഷാരൂഖ് ഖാൻ കഴിഞ്ഞതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്ര ഇൻകം പോലും എനിക്കുണ്ടാവില്ല. ബേസിക്കലി അപ്പോൾ അത്ര ടാക്സ് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് പ്രോഗ്രസീവ് എന്ന് വെച്ചാൽ എന്താ, ഇൻകം കൂടുമ്പോൾ ഇൻകം ടാക്സും കൂടും. പക്ഷെ അങ്ങനെയാണോ ജി എസ് ടി? ഇപ്പോൾ ഞാൻ ഒരു കടയിൽ പോയി, അവിടെ അതേ കടയിൽ ഇപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു, 200 രൂപ പ്ലസ് 10 രൂപ ജി എസ് ടി. അതേ കടയിൽ അംബാനി വന്നു അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ വന്നു, അപ്പോൾ ബേസിക്കലി 200 രൂപ അവർക്കും ബിരിയാണിൻ്റെ ബില്ലാണ്. പക്ഷേ ജി എസ് ടി 20,000. എന്താ 20,000? നിങ്ങൾ കൂടുതൽ ഇൻകം ഉണ്ട്, അത് കൂടുതൽ ജി എസ് ടി കൊടുക്കുക. അങ്ങനെയല്ല, അതാണ് റിഗ്രസീവ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഇൻകം ഗ്രൂപ്പിലുള്ള ആളാണെങ്കിലും ജി എസ് ടി വിൽ ബി സെയിം. അതാണ് റിഗ്രസീവ് എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? പ്രോഗ്രസീവ്, റിഗ്രസീവ് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ടാക്സ് സബ്സ്യൂംഡ് എന്ന് വെച്ചാൽ ജി എസ് ടി വന്നതോടുകൂടെ ഇല്ലാതായ പോയ ടാക്സുകളാണ്. ഏതൊക്കെയാണ് ടാക്സ് ഇല്ലാതെ പോയത്? എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ് അല്ലേ? ഇതൊന്നും നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചിട്ട് ആദ്യം ഒരിക്കലും ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഹാവ് എ റീഡിങ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫൈൻ. ഇനി ടാക്സസ് നോട്ട് സബ്സ്യൂംഡ്. ജി എസ് ടി അത് പല ആളുകളും തെറ്റിദ്ധാരണയുണ്ടോ? വൺ നാഷൻ വൺ ടാക്സ് എന്ന് പറയുന്നെങ്കിൽ കൂടെ ജി എസ് ടി വന്നതോടുകൂടെ ബാക്കി എല്ലാ ഇൻഡയറക്റ്റ് ടാക്സും പോയി എന്ന് വിചാരിക്കരുത്. ഇപ്പോഴും പോവാത്ത കുറേ ടാക്സ് ഉണ്ട്. സെൻട്രൽ ടാക്സ് ഇതൊക്കെ ഇപ്പോൾ പോയിട്ടില്ല. ബേസിക് കസ്റ്റം ഡ്യൂട്ടി, റിസർച്ച് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇപ്പോൾ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി. ഇപ്പോൾ നമ്മൾ കള്ളിൻ്റെ മേലെ ജി എസ് ടി ഇല്ല, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. കള്ളിൻ്റെ മേലെ ജി എസ് ടി ഇല്ല, പകരം സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രൊഫഷണൽ ടാക്സ്. നിങ്ങൾ ഇൻകം ടാക്സ് നമ്മൾ റെക്കോർഡ് ക്ലാസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് അല്ലേ? നമ്മുടെ സെക്ഷൻ 16 പ്രകാരം സാലറി നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന സാധനമാണ് പ്രൊഫഷണൽ ടാക്സ്. മോട്ടോർ വെഹിക്കിൾ ടാക്സ് അല്ലേ? അതൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ഓക്കെ. ഇനി നമ്മളുടെ അഡ്വാൻറ്റേജസ് ആണ്, വെറുതെ വായിച്ചാൽ മതി. ബെനിഫിറ്റ്സ് ടു എക്കണോമി. എക്കണോമിക്ക് എന്താ ബെനിഫിറ്റ്? ക്രിയേഷൻ ഓഫ് എന്താണ് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ്, ബൂസ്റ്റ് ടു മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്, എൻഹാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ സിംപ്ലിഫൈഡ് ടാക്സ് സ്ട്രക്ചർ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് സെർട്ടനിറ്റി ഇൻ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സിംപ്ലിഫൈഡ് ടാക്സ് സ്ട്രക്ചർ അത് നിങ്ങളാണ് തീരുമാനിക്കണം. നിങ്ങൾക്ക് ജി എസ് ടി വായിച്ചിട്ട് സിംപ്ലിഫൈ ആണ് തോന്നുന്നത് നിങ്ങൾ പറയണം. പിന്നെ ഈസി ടാക്സ് കംപ്ലയൻസസ് അല്ലേ? എല്ലാം ഓട്ടോമാറ്റിക് പ്രൊസീജിയർ, എല്ലാം അത് ശരിയാണ്. എല്ലാം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആണ്. റിഡക്ഷൻ ഇൻ കംപ്ലയൻസ് കോസ്റ്റ്. അഡ്വാൻറ്റേജസ് ഫോർ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രി ബൈ ഗിവിംഗ് മോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് നുണയാണ്. കാരണം ഐ ടീസിൻ്റെ കോൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തുന്ന സമയത്ത് ഫുൾ റെസ്ട്രിക്ഷനാണ്. ഓക്കെ. പിന്നെ ബെനിഫിറ്റ്സ് ടു സ്മോൾ ട്രേഡേഴ്സ് ആൻഡ് ഓണ്ടർപ്രണേഴ്സ് ബൈ ഇൻക്രീസ് ഇൻ ദ ത്രഷോൾഡ് ലിമിറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതും ഒരു പരിധി വരെ സെറ്റ് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അല്ലേ, ത്രഷോൾഡ് ലിമിറ്റ് എന്താ നമ്മൾ പഠിക്കും കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ. അപ്പോൾ ഏതായാലും ഇതൊക്കെ വെറുതെ ഒരു തവണ വായിക്കുക, ഒരിക്കലും എക്സാമിൽ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, വെറുതെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡി ടി ആർ ഡി ടി. വെറുതെ കാണിച്ചതാണ്, ഇതൊക്കെ വെറുതെ കാണിച്ചതാണ് കേട്ടോ. നിങ്ങളിതൊന്നും പഠിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ഡി ടി ആൻഡ് ഐ ഡി ടി എന്താ? ഇറ്റ് ഈസ് ലെവിഡ് ഓൺ ഇൻകം. മറ്റേതോ നമുക്കറിയാം ഇൻകത്തിൻ്റെ മേലെയാണ് ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻകം ടാക്സ്. ഐ ഡി ടി ആണെങ്കിൽ കൺസംഷൻ്റെ മേലെയാണ്. പിന്നെ പ്രോഗ്രസീവ്, റിഗ്രസീവ് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഫോൾസ് ഓൺ ദ സെയിം പേഴ്സൺ. ഇപ്പം ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ടാക്സ് പോവുക, അത് ഞാൻ തന്നെ ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അതുകൊണ്ട് ഡയറക്റ്റ് ടാക്സ്. പക്ഷെ മറ്റത് അങ്ങനെയല്ല, ഡിഫറെൻറ്റ് പേഴ്സൺ ആണ്. അതായത് ഹോട്ടലിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് ജി എസ് ടി പോയത്, പക്ഷേ ഹോട്ടലാണ് ജി എസ് ടി അടച്ചത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഐ ആം പേയിങ് ദ ജി എസ് ടി ഇൻഡയറക്ട്ലി ത്രൂ ദ ഹോട്ടൽ. അതാണ് ഐ ഡി ടി അല്ലേ? ഇനി എക്സാമ്പിൾ ഇൻകം ടാക്സ്, ഇവിടെ ജി എസ് ടി, കസ്റ്റംസ്. ടാക്സ് ഇവേഷൻ പോസിബിൾ, ടാക്സ് ഇവേഷൻ ഹാർഡ്ലി പോസിബിൾ. അതൊക്കെ നുണയാണുണ്ടോ? ഓക്കെ, ഫൈൻ. ലിസൺ. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ഞാൻ വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ബെനിഫിറ്റ്സ്, ഫീച്ചേഴ്സ്, ഡിഫറൻസസ്, അത് വെറുതെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. ജി എസ് ടി കൗൺസിൽ. നമ്മൾ പിന്നെ ആസ് എ ജി എസ് ടി ഫാക്കൽറ്റി നമ്മളൊക്കെ വളരെ ടെൻഷനോടുകൂടെ കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ്. നിങ്ങൾ ചിലപ്പോൾ വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും ജി എസ് ടി കൗൺസിലിൻ്റെ 58ാമതും 59ാം മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്താ പറയുക വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. ഈ മീറ്റിംഗ് കൂടുന്ന സമയത്താണ് അമെൻമെൻറ്റ്സ് ജി എസ് ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താണ് ജി എസ് ടി കൗൺസിൽ? ആർട്ടിക്കിൾ 279 പറഞ്ഞ ജി എസ് ടി കൗൺസിൽ എന്താണ്? ലിസൺ എവരിവൺ. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ജി എസ് ടി ഉണ്ടല്ലോ, അത് ഏത് ഗവൺമെൻറ്റിലേക്കാണ് പോവാം?
ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റുകൊണ്ട് സ്റ്റേറ്റ് രണ്ട് ഗവൺമെൻറ്റിലേക്കും പോകുന്നുണ്ട്. രണ്ട് ഗവൺമെൻറ്റിലേക്കുമാണ് ഈ പറഞ്ഞ GST പോകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ഗവൺമെൻറ്റിലേക്കും പോകുന്ന സമയത്ത് ഡോണ്ട് യു തിങ്ക് ദർ ഷുഡ് ബി എ മെക്കാനിസം വെയർ ബോത്ത് ഗവൺമെൻറ് ഷുഡ് സിറ്റ് ആൻഡ് ഡിസൈഡ് തിങ്സ്? അല്ലാതെ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് മാത്രമേ പോകുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് സെൻട്രൽ ഗവൺമെൻറ് മാത്രം തീരുമാനിക്കാം. പക്ഷേ GST അങ്ങനെയല്ല, ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ രണ്ട് ഗവൺമെൻറ്റും ഇരുന്ന് വേണം തീരുമാനിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങളവിടെ കാണുന്ന പോലെ, പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടാവുക, അവരെന്തൊക്കെ ഡിസ്കസ് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST കൗൺസിൽ. ഓക്കെ, ഇപ്പോൾ GST കൗൺസിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അന്നത്തെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് GST കൗൺസിൽ എന്നാണ് 15/9/2016. അതിന് മുമ്പ് ഞാനൊരു കാര്യം വിട്ടുപോയി. GST എന്നാണ് വന്നത്, നിങ്ങളുടെ ബുക്കിലുണ്ടാവും. 1 ജൂലൈ 2017 GST വന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1 ജൂലൈ 2017 GST വന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പ് ആര് വന്നിട്ടുണ്ട്? GST കൗൺസിൽ വന്നിട്ടുണ്ട്. കാരണം എന്നാൽ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. അപ്പോൾ അതിലാരുണ്ടാവുക? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ റെപ്രസെൻറ്റേറ്റീവ് KN ബാലഗോപാലൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടാവും. അതാരാണ്? നമ്മുടെ നിർമ്മല സീതാരാമൻ അല്ലേ? അവരായിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി യൂണിയൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരാളും കൂടെ ഉണ്ടാവും. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് എന്നുള്ള ഒരാളും കൂടെ ഉണ്ടാവും കേട്ടോ. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് എന്നുള്ള ഒരാളും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് GST കൗൺസിലിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ സിംപ്ലി GST കൗൺസിൽ ആരുണ്ടാവുക? സെൻട്രൽ ഗവൺമെൻറ് 2 പേരുണ്ടാവും. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. വെരി സിമ്പിൾ. നൗ അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? GST കൗൺസിലിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കുക, അണ്ടർലൈൻ റെക്കമെൻഡ്. അല്ലാതെ തീരുമാനങ്ങൾ അവരെല്ലാം തീരുമാനം എടുക്കുക പാർലമെൻറ്റാണ്. ദേ ക്യാൻ ഓൺലി റെക്കമെൻഡ്. പക്ഷെ നോർമലി അവർ റെക്കമെൻഡ് ചെയ്യുന്നതെല്ലാം പാർലമെൻറ്റ് അംഗീകരിക്കുക. അത് വേറെ കാര്യം. കാരണം ഇവർ തീരുമാനിക്കുക അറിയുമ്പോൾ എന്താണ് ബേസിക്കലി അല്ലേ, അവരൊക്കെ തന്നെ ആയിരിക്കും പാർലമെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ റെക്കമെൻഡ് ചെയ്യുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. റെക്കമെൻഡ് ടു ദ ഗവൺമെൻറ്. എന്തൊക്കെ റെക്കമെൻഡ് ചെയ്യാം? ടാക്സസ്, സെസ്സസ്, ഡ്യൂട്ടീസ് വിച്ച് ആർ ടു ബി സബ്സ്യൂംഡ്. ഏതെല്ലാം ടാക്സുകളാണ് ഇല്ലാതായി പോവേണ്ടത്? GST വരുമ്പോൾ ഏതെല്ലാം ഇല്ലാതായി പോകണം? പിന്നെ ഗുഡ്സ് ഓർ സർവീസ് ഷാൽ ബി സബ്ജക്റ്റ് ടു എക്സംപ്റ്റ് ഫ്രം GST. ഏതെല്ലാം ഗുഡ്സിൻ്റെ മേലെ GST കൊണ്ടുവരണം, ഏതെല്ലാം ഗുഡ്സിൻ്റെ മേലെ GST വേണ്ട. പിന്നെ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് ടേൺ ഓവർ ബിലോ വിച്ച് GST വുഡ് ബി എക്സംപ്റ്റഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻകം ടാക്സിൽ ഒരു ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് പഠിച്ചിട്ടുണ്ടാവും. 2,15,000 അല്ലെങ്കിൽ 3 lakhs ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇൻകമുള്ള ആളുകൾ മാത്രം ടാക്സ് കൊടുത്താൽ മതി. അതുപോലെ GSTയിലും അങ്ങനത്തെ ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് അല്ല വിളിക്കുക, ത്രെഷോൾഡ് ലിമിറ്റ് വിളിക്കുക. ത്രെഷോൾഡ് ലിമിറ്റ് അത് 20 lakh ഉണ്ട്, 10 lakh ഉണ്ട്, 40 lakh നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റും ആരാണ് പിന്നെ എന്താ പറയുക, ആരാണ് റെക്കമെൻഡ് ചെയ്യുക? നമ്മളുടെ GST കൗൺസിൽ. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മുടെ ത്രിപുര, മണിപ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. അവർക്ക് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അതും ഇവരാണ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അപ്പോർഷൻമെന്റ് ഓഫ് IGST among യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, തർക്ക പരിഹാരം. പിന്നെ അതുപോലെ തന്നെ GST ലെജിസ്ലേഷൻ ഇൻക്ലൂഡ് റൂൾസ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ഈ പറഞ്ഞ പിന്നെ എനി അതർ മാറ്റേഴ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കമെൻഡേഷൻ കൊടുക്കുക എന്നതാണ് നമ്മളുടെ GST കൗൺസിലിൻ്റെ കർത്തവ്യം, ഉത്തരവാദിത്തം, ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ മീറ്റിംഗ്. നമുക്ക് ഞാൻ പറഞ്ഞു 58ാമത് മീറ്റിംഗ് അല്ലേ? അങ്ങനെ മീറ്റിംഗ് കൂടാറുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ മീറ്റിംഗ് പറയുമ്പോൾ അവരെല്ലാം കൂടെ വിളിച്ച് കൂട്ടിയിട്ട് മീറ്റിംഗ് കൊടുക്കുക, മീറ്റിംഗ് സംഘടിപ്പിക്കുക, അതിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഒന്ന് കോറം ഓഫ് ദ മീറ്റിംഗ്. എന്താ കോറം ഓഫ് ദ മീറ്റിംഗ്? എന്താ? മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസൻറ്റ് ഇൻ എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കൂടണമെങ്കിൽ മിനിമം ഇത്ര മെമ്പേഴ്സ് പ്രസൻറ്റ് ആയിരിക്കും. എത്ര മെമ്പേഴ്സാണ്? 50%. അതുപോലെ തന്നെ ഡിസിഷൻ. ഒരു മീറ്റിങ്ങിൽ ഡിസിഷൻ പാസ്സാവണമെങ്കിൽ 75% പിന്നെ വോട്ടിംഗ് കിട്ടണം. ഈ 75% സാധാ വോട്ടിംഗ് അല്ല കേട്ടോ, അതാണ് പ്രശ്നം. സെൻട്രൽ ഗവൺമെൻറ് ഒരു വോട്ടിന് 1/3 വോട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് വോട്ടിന് 2/3 ഉണ്ട്. അപ്പോൾ ലിസൺ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു വോട്ടിന് 1/3. ഇതെങ്ങനെയാണ് ചെയ്യാൻ ഞാൻ കാണിച്ചു കേട്ടോ. കാരണം അത് പല ആളുകൾക്കും വലിയ ഡൗട്ടാണ്. അപ്പോൾ എന്നോട് ചോദിക്കേണ്ടതെന്ന് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലിസൺ എവരിവൺ, സാധാരണ നമുക്കറിയാം ഒരു മെമ്പർക്ക് ഒരു വോട്ടാണ്. അങ്ങനെയല്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പറയുമ്പോൾ ആകെ 2 പേരാണ്. 2 പേരിൽ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ കാര്യം, ആ ഒരാൾക്ക് ഒരു വോട്ടിന് 1/3 എന്ന് വെച്ചാൽ 33.33% എന്താണ് അവരുടെ വെയിറ്റ് ഉണ്ടാവും.
ബാക്കി എല്ലാവരും കൂടെ വോട്ട് ചെയ്താലും 2/3 എന്ന് വെച്ചാൽ 66.67 ഉണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് എനിക്ക് കുറച്ച് ഡൗട്ട് ചോദിക്കാനുണ്ട്. നമ്മളുടെ എല്ലാ CA ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ CS ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളുടെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ബുക്കിലുള്ള കാര്യങ്ങൾ നല്ല അറിയാം, പക്ഷേ ബുക്കിലില്ലാത്ത കാര്യങ്ങൾ വളരെ ബാക്കിലായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് വൺ, എത്ര കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടാവും? അതവിടെ നിൽക്കട്ടെ, അത് പിന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. എത്ര സ്റ്റേറ്റ്സ് ഇന്ത്യയിലുണ്ട്? ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? പല ആളുകളുടെ മനസ്സിൽ 29 ഉണ്ടാവും അല്ലേ? 29 അല്ല, 28 സ്റ്റേറ്റ്സാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ. 28 സ്റ്റേറ്റ്സാണ് ഇന്ത്യയിലുള്ളത്. 28 സ്റ്റേറ്റ്സ്. പിന്നെ അതുപോലെ എത്ര യൂണിയൻ ടെറിട്ടറി ഉണ്ട്? ഇത് നിങ്ങളുടെ ബുക്കിലുണ്ട് കേട്ടോ. ഈ ബുക്കിലുണ്ട്, നിങ്ങളുടെ ഈ ഒരു ചാർട്ട് നിങ്ങളുടെ ബുക്കിലുണ്ട്. എന്താ യൂണിയൻ ടെറിട്ടറി എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന ഏരിയാസാണ് യൂണിയൻ ടെറിട്ടറി. അപ്പോൾ എത്ര യൂണിയൻ ടെറിട്ടറി ഇന്ത്യയിലുണ്ടെന്ന് വെച്ചാൽ 8 ഉണ്ട്. ഈ 8 ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഉണ്ട്. എന്താ സ്റ്റേറ്റ് ലെജിസ്ലേഷൻസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ ഉണ്ടാവും. സാധാരണ യൂണിയൻ ടെറിട്ടറി മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്നതായിരിക്കും. പക്ഷേ ചില യൂണിയൻ ടെറിട്ടറിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കും. അങ്ങനത്തെ 3 ഏതൊക്കെയെന്ന് വെച്ചാൽ ജമ്മു ആൻഡ് കാശ്മീർ, പോണ്ടിച്ചേരി ആൻഡ് ഡൽഹി. പുതുച്ചേരി ആണെങ്കിൽ പോണ്ടിച്ചേരി എന്ന് വായിക്കുക, നിങ്ങൾ പുതുച്ചേരി വായിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 3. പിന്നെ അതേഴ്സിന് പക്ക സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് 5. അത് പഠിക്കാം. ലിസൺ എവരിവൺ. അപ്പോൾ ഈ 3 ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ആ 3 അവരെ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. GSTൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ GST പ്രകാരം 31 സ്റ്റേറ്റുള്ള പോലെയാണ്. ശരിക്കും 28 പക്ഷേ GST പ്രകാരം 31 പോലെയാണ് 5 യൂണിയൻ ടെറിട്ടറി. കാരണം ഈ 3 സ്റ്റേറ്റിനുണ്ടല്ലോ, ഇവിടെയും എന്തുണ്ടാവും? ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എൻ്റെ ഡൗട്ട് ഇനി പറയും, കൗൺസിലിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും? കൗൺസിലിൽ 33 മെമ്പേഴ്സ് ഉണ്ടാവും. അതെങ്ങനെ 33? 31 ഫിനാൻസ് മിനിസ്റ്റേഴ്സും പിന്നെ 2 യൂണിയൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ 2 ആളുകളും. അങ്ങനെ 33 മെമ്പേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് 50% ആണ് ഉണ്ടാവുക. അത് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 17 നമ്മുടെ കൗൺസിൽ കൗൺസിലിൻ്റെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസൻറ്റ്. ഇനി ശ്രദ്ധിക്കാം, എക്സാമ്പിൾ ഓൺ വോട്ടിംഗ്. ഞാൻ പറഞ്ഞ പോലെ വോട്ടിംഗ് പാസ്സാവണമെങ്കിൽ 75% വോട്ടിംഗ് കിട്ടണം. പക്ഷേ 75% എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ചിന്തിക്കുന്ന പോലെയല്ല 75%. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒന്ന് ആലോചിച്ച് നിങ്ങൾ, ഈ 33 മെമ്പേഴ്സിൽ 31 സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലേ? ഒരു മെമ്പർക്ക് ഒരു വോട്ട് എന്നാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് യാതൊരു വോയിസും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഓക്കെ സെൻട്രൽ ഗവൺമെൻറ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വോട്ടിന് അവർക്ക് ഒരു വോട്ടേ ഉണ്ടാവുള്ളൂ. വേറെ കാര്യം, ഒരു വോട്ടിന് 1/3% എന്ന് വെച്ചാൽ 33.33% സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം? ഈ ഒരു എക്സാമ്പിൾ എല്ലാവരും നോട്ട് ചെയ്യാം. ഇപ്പോൾ എന്താണ് എക്സാമ്പിൾ പറഞ്ഞത് വെച്ചാൽ 31 സ്റ്റേറ്റും പ്രസൻറ്റായി, അവർ ഫുൾ വോട്ട് ചെയ്തു. അതിൽ 17 പേര് ഫേവറായിട്ട് വോട്ട് ചെയ്തു, 14 പേര് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം സെൻട്രൽ ഗവൺമെൻറ് ഫേവറായിട്ട് വോട്ട് ചെയ്ത കാരണം 33.33% ഓൾറെഡി വോട്ടിംഗ് കിട്ടി. അപ്പോൾ അത് ബാഗ് ചെയ്തു. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാവരും കൂടെ ഫേവറായിട്ട് വോട്ട് ചെയ്താലാണ് 66.67 കിട്ടുക. എല്ലാവരും വോട്ട് ചെയ്യണം. പക്ഷെ എത്ര പേരെ വോട്ട് ചെയ്ത്? 17 പേര്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ സഗ്രിഗേറ്റ് ചെയ്യുക. അങ്ങനെ സഗ്രിഗേറ്റ് ചെയ്യാം? 66.67 ഇൻറ്റു 17/31. അതായത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക, 66.67 എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ വോട്ട് ചെയ്താൽ കിട്ടുക. അതിൽ 17 പേരാണ് ഫേവറായിട്ട് വോട്ട് ചെയ്തത്. അപ്പോൾ അവർക്കുള്ളത് പ്രൊപ്പോർഷൻ ചെയ്യുക. 66.67 ഇൻറ്റു 17/31. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 36.6. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 69.89. അപ്പോൾ ഡിസിഷൻ പാസ്സായോ? ഇല്ല, കാരണം 75% കിട്ടണം. അതുപോലെ അടുത്ത എക്സാമ്പിൾ, ഇതേ കോൺസെപ്റ്റിൽ ഇതേ എക്സാമ്പിൾ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറ് ഫുൾ ഈ ക്ലാസ് ഇങ്ങനെ സ്പീഡിലാണ് പോവുക? ഒരിക്കലുമല്ല. ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് കുറച്ച് സ്പീഡിൽ എടുക്കുന്നത്, കാരണം അത് അബ്സല്യൂട്ട്ലി നോട്ട് റെലവൻറ്റ് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ എടുക്കുന്നത് കേട്ടോ. ബാക്കി നമ്മൾ വളരെ മെല്ലെ പോവുക. ഓക്കെ, ഡോൺ വറി. ഇപ്പോൾ തന്നെ പേടിക്കണ്ട, സാർ ഇങ്ങനെ ഫുൾ സ്പീഡിലാണ്, അത് മനഃപൂർവ്വം സ്പീഡിൽ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ഫേവർ ആയതുകൊണ്ട് 33.33 കിട്ടി. ബാക്കി എല്ലാവരും വോട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 66.67. പക്ഷേ 21 പേര് ഫേവറായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ സഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് 45 കിട്ടും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 78 ആണ്. അപ്പോൾ ഡെസിഷൻ പാസ്സായി. ഇതൊക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. അടുത്ത എക്സാമ്പിൾ, പിന്നെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഇതിൽ 11 പേര് വിട്ടു നിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആകെ വോട്ട് ചെയ്തത് 20 പേരാണ്. 20 ടീംസാണ് വോട്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക്? സെൻട്രൽ ഗവൺമെൻറ് മാറ്റല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. 66.67 ഇൻറ്റു 15 പേര് ഫേവറായിട്ട് വോട്ട് ചെയ്തു. 15/34 ചെയ്യാം, 15/20 ചെയ്യുക ഇവിടെ, കാരണം 20 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 50% കിട്ടും. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 83.3 ഡിസിഷൻ പാസ്സായി. അപ്പോൾ ഇത് മേ ബി ദേ ക്യാൻ ആസ്ക്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇത് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. സോ ബി കെയർഫുൾ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയ മണ്ടക്കിനാണ് കിട്ടും. ഗ്രൂപ്പിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. ഓക്കെ, ഇനി ലിസൺ, അടുത്തത് നമ്മുടെ GST കോമൺ പോർട്ടൽ. GST കോമൺ പോർട്ടൽ എന്ന് വെച്ചാൽ നമ്മളുടെ വെബ്സൈറ്റ്. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ മൊബൈൽ ഫോണിൽ www.gst.gov.in എന്നടിക്കുക. ആർട്ടിക്കിൾസൊക്കെ ചെയ്ത് വരുന്ന ആളുകളാണെങ്കിൽ ഇതെന്താ ചങ്ങായി ഞങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. കുഴപ്പമില്ല, അറിയാത്ത ആളുകളുണ്ടാവാം. അപ്പോൾ അവരെന്ത് അടിക്കുക www.gst.gov.in. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു വിൻഡോ ഉണ്ടാവും. അതാണ് GST കോമൺ പോർട്ടൽ, GST വെബ്സൈറ്റ്. GST വെബ്സൈറ്റ് നമ്മൾ വിളിക്കുന്നവരാണ് GST കോമൺ പോർട്ടൽ. ഇതിങ്ങനെ സാധനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സിനാരിയോ ആണ് ഞാൻ പറഞ്ഞ പുതിയ കോഴ്സ് വരുന്നുണ്ട്. അതിലാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഏതായാലും GST കോമൺ പോർട്ടലിൻ്റെ ഇത് ആരാണ് ഉണ്ടാക്കിയത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GSTN എന്നുള്ള കമ്പനിയാണ് ഉണ്ടാക്കിയത്. ആരാണ്? GSTN. എന്താ ഫുൾ ഫോം? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സാർ ഓക്കെ GST കോമൺ പോർട്ടൽ ഉണ്ടാക്കിയ കമ്പനി GSTN ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ കമ്പനീസ് ആക്ട് പഠിച്ചിട്ടുണ്ടല്ലോ. കമ്പനിയാണെങ്കിൽ ഇറ്റ് ഷാൾ സഫിക്സ് ദ വേർഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ബട്ട് വൈ ഇറ്റ് ഈസ് ഓൺലി GSTN? അത് നിങ്ങൾ കമ്പനീസ് ആക്ടിൽ മറ്റൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇതൊരു സെക്ഷൻ 8 കമ്പനിയാണ് കേട്ടോ. ഇറ്റ് ഈസ് എ സെക്ഷൻ 8 കമ്പനി. അപ്പോൾ സെക്ഷൻ 8 കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു വേർഡ് സഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു നോൺ ഗവൺമെൻറ് പ്രൈവറ്റ് കമ്പനിയാണ്. കാരണം ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ 51% ഗവൺമെൻറ് ഷെയർ വേണം. ഇവിടെ ആകെ 49% ഗവൺമെൻറ് ഷെയർ ഉള്ളൂ. 49%ൽ പകുതി സെൻട്രൽ പകുതി സ്റ്റേറ്റ് അങ്ങനെയാണ് കേട്ടോ. ബാക്കി 51% പ്രൈവറ്റ് ബാങ്കുകളുടെയാണ്. ബാങ്കുകളുടെ ഷെയറാണ് ശരിക്കും ഈ ഒരു ഇതിലുള്ളത്, GSTN ഉള്ളത്. ഓക്കെ, നൗ എനിവേ അതാണ് GSTN കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഈ GSTN എന്നുള്ള ഈ കമ്പനി അല്ലെങ്കിൽ ആ ഒരു കോമൺ പോർട്ടലിൻ്റെ ഫംഗ്ഷൻ എന്താ? വെരി സിമ്പിൾ. The common portal is an ecosystem which facilitate all the stakeholders like government, taxpayer, tax professional, etc. അപ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം? ആ ഒരു കോമൺ പോർട്ടലിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം? രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ അല്ലേ, രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കും, അതുപോലെ റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യും, അതുപോലെ ക്രിയേഷൻ ഓഫ് ചലാൻസ് ഫോർ ടാക്സ് പേയ്മെൻറ്റ്, അതുപോലെ സെറ്റിൽമെൻറ്റ് ഓഫ് IGST പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് ബിസിനസ് ഇൻ്റലിജൻസ്. ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു വെബ്സൈറ്റിലൂടെ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാക്കുന്ന ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുക. അതാണ് GSTNൻ്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഒരു കാര്യം ജസ്റ്റ് നോക്കാം. നിങ്ങളുടെ ബുക്കിലൊന്നുമില്ല, വെറുതെ ഞാനൊരു കാര്യം പറയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചാൽ ശരിക്കും ഗവൺമെൻറ് GSTN എന്നുള്ള കമ്പനിയാണ് ഇത് നിർമ്മിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ആ കോമൺ ബോർഡ് നിർമ്മിച്ചത് ഇൻഫോസിസ് എന്നുള്ള കമ്പനിയാണ് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 2 പൊസിഷനിലായിരിക്കും അല്ലേ ഇൻഫോസിസ്. കാരണം ഫസ്റ്റ് നമ്മളുടെ ഇവരായിരിക്കും TCS ആയിരിക്കും. അപ്പോൾ ഇൻഫോസിസ് എന്നുള്ള കമ്പനിയാണ് ശരിക്കും ഈ ഒരു കോമൺ പോർട്ടൽ നിർമ്മിച്ചത്. എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? 1 കോടി 2 കോടി അല്ല, 1380 കോടി രൂപയാണ് ബേസിക്കലി ഇതിൻ്റെ ചിലവ്. 1380 കോടി അല്ലേ. അത്രയും എമൗണ്ട് ചിലവാക്കിയ ഒരു വെബ്സൈറ്റാണ് നമ്മളുടെ ഇതിലുള്ളത്. അതത്ര ചിലവ് ഡെഫിനറ്റ്ലി ഉണ്ടാവും കേട്ടോ. അത് ഉറപ്പായും ഉണ്ടാക്കാൻ അത്രയും വലിയ ഡാറ്റാസ് നമ്മൾ അതിൽ ഉണ്ടാവും അല്ലേ. ഇൻകം ടാക്സ് വെബ്സൈറ്റിനോ വളരെ കുറച്ചുള്ളൂ, 4500 കോടി ഉള്ളൂ. 4500 കോടി രൂപ, അതും ഇൻഫോസിനെ ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ, എനിവേ അപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളതാണ് GST കോമ്പൻസേഷൻ സെസ്. എന്തിനാണ് GST കോമ്പൻസേഷൻ സെസ് ഗവൺമെൻറ് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. GST കോമ്പൻസേഷൻ സെസ്സിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇത് ആക്ച്വലി കൊണ്ടുവന്ന 5 വർഷത്തേക്കായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നൗ എക്സ്റ്റെൻഡഡ് ടിൽ 31/3/2026. സോറി. അതായത് നമ്മളുടെ
ജി എസ് ടി കൊണ്ടുവന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജി എസ് ടി ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന് എല്ലാ ടാക്സിൻ്റെയും പകുതി കിട്ടുന്ന പോലെയാണ് ജി എസ് ടി. അപ്പോൾ പണ്ടൊക്കെ വാറ്റ് ഒക്കെ ഫുൾ ആർക്കായിരുന്നു? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. സ്റ്റേറ്റ് എക്സൈസ് ഒക്കെ ഫുൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജി എസ് ടിയിലേക്ക് വന്ന സമയത്ത് എല്ലാത്തിൻ്റെയും പകുതി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് പല സ്റ്റേറ്റുകൾക്കും ജി എസ് ടി വന്നതൊരു നഷ്ടമായി മാറിയിട്ടുണ്ട്. പല സ്റ്റേറ്റുകൾക്കും ജി എസ് ടി വന്നൊരു നഷ്ടമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ജി എസ് ടിയിലേക്ക് മാറാൻ വിമുഖത കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു കോൺസെപ്റ്റാണ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ജി എസ് ടി കാരണം കൊണ്ട് വരുന്ന നഷ്ടം ഞാൻ നികത്താം. പക്ഷെ എങ്ങനെ ഈ നഷ്ടം എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യാം? വെരി സിമ്പിൾ. ഇപ്പോൾ 2016 ഡാറ്റയാണ് അവർ അതിന് വേണ്ടി എടുത്തത്. 2016 എന്നുള്ള വർഷത്തിൽ എത്ര ആണോ, ഇപ്പോൾ കേരള ഗവൺമെൻറ് ചിന്തിക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് 2016 ടാക്സ് എമൗണ്ട് 1000 കോടിയാണ് വിചാരിക്കാം. ടാക്സ് അന്ന് ജി എസ് ടി ഇല്ല, 1000 കോടിയാണ്. ഇപ്പോൾ 2017 വരുന്ന സമയത്ത് എന്താ പറയുക, അതിൻ്റെ 14% ഗ്രോത്ത് റേറ്റ് ഗവൺമെൻറ് ഫിക്സ് ചെയ്തത്. അത് ഞാൻ ഫിക്സ് ചെയ്തല്ല, ഗവൺമെൻറ് ഫിക്സ് ചെയ്താണ് കേട്ടോ. അപ്പോൾ 2017 1140 കോടി അങ്ങനെ പോയി എന്താ പറയുക, 2024-25 ഇപ്പോൾ കറണ്ട് ഇയറാണ് വിചാരിക്കാം. 2024-25 കറണ്ട് ഇയറാണ് വിചാരിക്കാം. അപ്പോൾ ഈ വർഷം ബേസിക്കലി അങ്ങനെ 40 എല്ലാ വർഷവും 14% ആഡ് ചെയ്ത് ഒരു 2600 കോടിയാണ് വരുന്നത് വിചാരിക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം, അതായത് എസ്റ്റിമേഷൻ പ്രകാരം 2024-25 2600 കോടി ജി എസ് ടി കിട്ടണം. പക്ഷേ ആക്ച്വലി കിട്ടിയത് 2200 കോടിയാണ് വിചാരിക്കുക. അപ്പോൾ എത്ര ഷോർട്ട് ഫാൾ ഉണ്ട്? 400 കോടി ഷോർട്ട് ഫാൾ ഉണ്ട്. ഈ 400 കോടി ഷോർട്ട് ഫാള് കേരള ഗവൺമെൻറ് ആര് കൊടുക്കണം? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കണം. ഇതാണ് കോമ്പൻസേഷൻ. പക്ഷേ ഇത് കേരള ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ പൈസ വേണ്ടേ? അതെവിടെ നിന്ന് കിട്ടും? അതിന് നമ്മളെ കയ്യിൽ നിന്ന്, നമ്മളല്ലേ മുതലാളിമാർ, നമ്മളെ കയ്യിൽ നിന്ന് പിടിക്കും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നമ്മളുടെ കയ്യിൽ നിന്ന് പുതിയൊരു ടാക്സ് പിടിക്കും. അതാണ് കോമ്പൻസേഷൻ സെസ്. അപ്പോൾ കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ടാക്സ് തന്നെയാണ് കോമ്പൻസേഷൻ സെസ്. പക്ഷേ അതിൻ്റെ പർപ്പസ് എന്താ? കോമ്പൻസേഷൻ സെസ് പിടിക്കുന്നത് എന്തിനാണ്? ജി എസ് ടി കാരണം കൊണ്ട് നഷ്ടം വന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ആ പൈസ ഉപയോഗിക്കുക. അതാണ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഐ ഹോപ്പ് ഓൾ ഓഫ് ക്ലിയർ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല. കാരണം ഈ പാൻ മസാല, ടൊബാക്കോ, സിഗരറ്റ്സ്, കോൾ, ലിഗ്നൈറ്റ്, എയറേറ്റഡ് വാട്ടേഴ്സ്, മോട്ടോർ കാറ്, അല്ലേ, ഇതിനൊക്കെയാണ് ഈ കോമ്പൻസേഷൻ വരിക. അല്ലാതെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും അത് വരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും പക്ഷേ കാറിനൊക്കെ നല്ല ബാധിക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളൊക്കെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മളൊരു കാർ വാങ്ങുമ്പോൾ ഏകദേശം 2-2.5 ലക്ഷം എക്സ്ട്രാ കൊടുക്കണം. അത് നമ്മളെ സംബന്ധിച്ച് നല്ല പ്രശ്നം തന്നെയാണ്. ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ പാൻ മസാല അതൊക്കെ അവർ അനുഭവിച്ചോട്ടെ, കുഴപ്പമില്ല, അല്ലേ. അപ്പോൾ അതാണ് പ്രശ്നം. അതാണ് കോമ്പൻസേഷൻ സെസ്സിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കാം. ഡ്യുവൽ ജി എസ് ടി സിസ്റ്റം. അതായത് നമ്മളുടെ ജി എസ് ടി ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ജി എസ് ടി, അല്ലേ. വേറെ കാര്യം, ലോകത്തിൽ ആദ്യമായിട്ട് ജി എസ് ടി കൊണ്ടുവന്ന രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഒരിക്കലല്ല കേട്ടോ, അത് ഫ്രാൻസാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, രാജ്യങ്ങൾ ഓൾറെഡി ജി എസ് ടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പല മോഡലുണ്ട്, ജി എസ് ടിയിൽ പല മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഡ്യുവൽ ജി എസ് ടി മോഡലാണ്. അപ്പോൾ ഡ്യുവൽ ജി എസ് ടി എന്ന് വെച്ചാൽ എന്തായാലും അർത്ഥം? ഡ്യുവൽ ജി എസ് ടി എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതാണ് ഡ്യുവൽ ജി എസ് ടി. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു പോർഷൻ സെൻട്രൽ ഗവൺമെൻറ്റും ഒരു പോർഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റും, അതാണ് ഡ്യുവൽ ജി എസ് ടി. അപ്പോൾ ലിസൺ എവരി വൺ, ഇതെങ്ങനെയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് ടാക്സ് അവർ വാങ്ങാം? നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു 10 രൂപ ജി എസ് ടി വാങ്ങുകയാണെങ്കിൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റും 5 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ്. എൻ്റെ ഡൗട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴേ 5 പോർഷൻ ആക്കിയിട്ടാണോ വാങ്ങുക, അതോ വാങ്ങിന് ശേഷം അവർ തമ്മിൽ പങ്കിട്ടെടുക്കുകയാണോ ചെയ്യാം? ദി ആൻസർ ഈസ് വാങ്ങുമ്പോഴേ അവർ എന്താ ചെയ്യാം, ഈ പോർഷൻ ആക്കിയിട്ട് വാങ്ങുക, സി ജി എസ് ടി, എസ് ടി എസ് ടി. അപ്പോൾ എൻ്റെ ഡൗട്ട്, എത്ര ടാക്സ് ഉണ്ട് ഇന്ത്യയിൽ? 5 ജി എസ് ടി ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ
ഡ്യുവൽ ജി എസ് ടി പ്രകാരം നമ്മൾ സെപ്പറേറ്റ്ലി വാങ്ങാൻ വേണ്ടിയിട്ട് 5 ടൈപ്പ് ഓഫ് ജി എസ് ടി ഉണ്ട്. സി ജി എസ് ടി, എസ് ടി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി ആൻഡ് കോമ്പൻസേഷൻ സെസ്. അതിൽ കോമ്പൻസേഷൻ നിങ്ങൾ വല്ലാതെ നോക്കണ്ട, യു ടി ജി എസ് ടി നോക്കണ്ട. നമുക്ക് മെയിനായിട്ട് ഈ 3 സി ജി എസ് ടി, എസ് ടി എസ് ടി, ഐ ജി എസ് ടി. ഇത് 3 നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയണം എപ്പോഴൊക്കെയാണ് സി ജി എസ് ടി, എസ് ടി എസ് ടി, ഐ ജി എസ് ടി വരിക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മളുടെ ട്രാൻസാക്ഷനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ്. ഇങ്ങനെ 2ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതെങ്ങനെയാണ് തീരുമാനിക്കുക? ഇൻ്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്ന് എങ്ങനെ തീരുമാനിക്കും? വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി നമ്മൾ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ. ഈ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ, സെപ്പറേറ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ലൊക്കേഷൻ ഓഫ് സപ്ലയർ എന്ന് വെച്ചാൽ സപ്ലയർ എവിടെയാണ്, പൈസ വാങ്ങുന്ന ആൾ എവിടെയാണ്. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ സപ്ലൈ നടന്നത് എവിടെയാണ്. ഈ സപ്ലൈ നടന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ നത്തിങ് ബട്ട് എവിടെയാണ് സപ്ലൈ നടന്നത്. അപ്പോൾ സപ്ലയർ എവിടെയാണ്, പ്ലേസ് ഓഫ് സപ്ലൈ എവിടെയാണ്. ഇത് രണ്ടും ഒരു സ്റ്റേറ്റിലാണെങ്കിൽ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഏത് ജി എസ് ടി വരിക? സി ജി എസ് ടി, എസ് ടി എസ് ടി. ഇത് രണ്ടും വേറെ വേറെ സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് വരും? ഇൻ്റർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഐ ജി എസ് ടി വരും. അപ്പോൾ ഐ ടെൽ യു വൺസ് അഗൈൻ, വളരെ സിമ്പിളാണ്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിയിപ്പോൾ നിങ്ങൾ ഇൻട്രാ സ്റ്റേറ്റ്, ഇൻ്റർ സ്റ്റേറ്റ് എങ്ങനെയാണ് തീരുമാനിക്കുക എന്നത് നിങ്ങളിപ്പോൾ നോക്കിയാലും കുഴപ്പമില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈയിൽ സെപ്പറേറ്റിൽ പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓർത്താൽ, ഇപ്പോൾ നിങ്ങൾ ഇൻ്റർ സ്റ്റേറ്റ്, ഇൻട്രാ സ്റ്റേറ്റ് അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ എന്താ? ഇൻ്റർനാഷണൽ. എന്താ ഇൻ്റർനാഷണൽ? മീൻസ് രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് എന്തായിരിക്കും? സ്റ്റേറ്റുകൾ തമ്മിൽ. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഐ ജി എസ് ടി ആണ് വരിക. ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ ഏതാ വരിക? സി ജി എസ് ടി, എസ് ടി എസ് ടി ആണ് വരിക. ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ ഏതാ വരിക? സി ജി എസ് ടി, എസ് ടി എസ് ടി ആണ് വരിക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇനി എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഇൻ്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ? സപ്ലയർ, ഇപ്പോൾ മമ്മൂട്ടി സപ്ലയർ, മോഹൻലാൽ റെസിപ്പിയൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ ഇൻട്രാ സ്റ്റേറ്റ്. അപ്പോൾ ഒരു 1000 രൂപയ്ക്ക് ആണെങ്കിൽ അവരെങ്ങനെ ജി എസ് ടി വാങ്ങുക? 1000 സി ജി എസ് ടി. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 18% റേറ്റ് തരിക. എക്സാമ്പിൾ 18%. അപ്പോൾ നമ്മൾ സി ജി എസ് ടി 18, എസ് ടി എസ് ടി 18, അങ്ങനെയല്ല, ടോട്ടലാണ് 18. അപ്പോൾ സി ജി എസ് ടി, എസ് ടി എസ് ടി ആകുമ്പോൾ 9% അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ വാല്യൂ 10,000. അപ്പോൾ സി ജി എസ് ടി 900, എസ് ടി എസ് ടി 900. ഇനിയിപ്പോൾ മോഹൻലാൽ അത് വിജയ്ക്ക് വിൽക്കുകയാണെങ്കിലോ? അപ്പോൾ എന്തായി മാറി? ഇൻ്ററായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂ വരുന്ന സമയത്ത് ഒറ്റ വ്യത്യാസം എന്താ? 10,000 18% ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒറ്റടിക്ക് ഐ ജി എസ് ടി 18%. പിന്നെ അത് സൂര്യക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇൻട്ര ആയി. അപ്പോൾ നേരത്തെ പോലെ തന്നെ സി ജി എസ് ടി, എസ് ടി എസ് ടി ആണ് വരിക. ആർ ഗെറ്റിംഗ്? അപ്പോൾ എന്താണ് സി ജി എസ് ടി? സെൻട്രൽ ജി എസ് ടി. എന്താണ് എസ് ടി എസ് ടി? സ്റ്റേറ്റ് ജി എസ് ടി. എന്താ യു ടി ജി എസ് ടി? യൂണിയൻ ടെറിട്ടറി ജി എസ് ടി. എന്താണ് ഐ ജി എസ് ടി? ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി. അപ്പോൾ സി ജി എസ് ടി എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ഷെയർ ആണ്. എസ് ടി എസ് ടി എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ ആണ്. യു ടി ജി എസ് ടി എന്നുള്ളത് യൂണിയൻ ടെറിട്ടറിൻ്റെ ഷെയർ ആണ്. അപ്പോൾ എന്താണ് ഐ ജി എസ് ടി? ഐ ജി എസ് ടി എന്ന് പറയുമ്പോൾ നോക്ക് നിങ്ങൾ, ഇവിടെ 900 + 900 1800 അങ്ങനെയാണ് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിയത്. പക്ഷേ ഇവിടെ ഒറ്റടിക്ക് 1800 വാങ്ങി. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇപ്പോൾ സി ജി എസ് ടി ആണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകും ഞാൻ പറഞ്ഞു. എസ് ടി എസ് ടി ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകും ഞാൻ പറഞ്ഞു. ഐ ജി എസ് ടി ആണെങ്കിൽ എങ്ങോട്ടാണ് പോവുക? ഐ ജി എസ് ടി ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് ആദ്യം പോവുക. എന്നിട്ട് എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? അതിന്ന് പകുതി അവരെടുത്തിട്ട് പകുതി എങ്ങോട്ട് കൊടുക്കും? കൺസ്യൂമിങ് സ്റ്റേറ്റിന് കൊടുക്കും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വിൽക്കുകയാണെങ്കിൽ കൺസ്യൂമിങ് സ്റ്റേറ്റ് തമിഴ്നാടല്ലേ? അപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റാണ് പകുതി കിട്ടുക. കാരണം ജി എസ് ടി ഈസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് വെച്ചാൽ കൺസ്യൂമിങ് സ്റ്റേറ്റിനാണ് പകുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ചെയ്യുന്ന സമയത്ത് ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 18% ആണെങ്കിൽ, ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒറ്റടിക്ക് 18% അപ്ലൈ ചെയ്യുക. ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ 18% സ്പ്ലിറ്റ് ചെയ്യുക. സി ജി എസ് ടി 9, എസ് ടി എസ് ടി 9. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ. യെസ് അല്ലേ? പിന്നെ അതിലൊരു ജി എസ് പി എസ്, എ എസ് പി എസ് വരുന്നുണ്ട്. അത് നിങ്ങളിപ്പോൾ നോക്കിയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏതായാലും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ബേസിക് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് വെറുതെ നിങ്ങൾ ഒന്നും നോക്കണ്ട. കാരണം ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. ഞാനെന്നെ അത്യാവശ്യം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അല്ലേ 1 മണിക്കൂറോളം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ആയി. അപ്പോൾ നിങ്ങൾ
അത്ര മതി, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ പഠിക്കുക, ഇപ്പോൾ ക്ലോസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് അടുത്ത ചാപ്റ്റർ മുതൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കോൺസെപ്റ്റും വിത്ത് എക്സാമ്പിൾസ് ഒക്കെ സെറ്റാക്കി ആയിരിക്കും ഇനിയുള്ള ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ വളരെ സ്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഉറക്കം വരാനുള്ള ചാൻസും കൂടുതലാണ്, അതൊരു പ്രശ്നമാണ്. ഞാൻ കുറച്ച് മുമ്പത്തെ റെക്കോർഡൊക്കെ കുറച്ച് സ്പീഡിലായിരുന്നു. അപ്പോൾ കുട്ടികൾ പരാതി പറഞ്ഞു, അതായത് കുറച്ച് സ്പീഡാണ്. അപ്പോൾ ഞാൻ വളരെ മെല്ലാക്കിയപ്പോൾ അപ്പോൾ ഒരു പരാതി എന്ന് വെച്ചാൽ സാർ ഉറക്കം വരുന്നുണ്ട്. രണ്ടും കൂടെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറക്കം വരികയാണെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം റെസ്പോണ്ടൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഉറക്കമൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ ഏതായാലും പിന്നെ ഉറക്കം വരുന്നത് നിങ്ങൾ തിയറി നമ്മൾ സബ്ജക്റ്റിലേക്ക് ഇറങ്ങി ചെയ്താൽ പിന്നെ ഉറക്കമൊന്നും വരില്ല, അത് വേറെ കാര്യം. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ. സോ ഇനിയാണ് അടുത്ത ചാപ്റ്റർ മുതലാണ് ശരിക്കും GST നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.